നമ്മുടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് CPM-ൻ്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണ്. തീർച്ചയായിട്ടും CPM RSSുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ മാർച്ച് എന്ന് നിസ്സംശയം പറയാം. ആ മാർച്ചിൽ ഉന്നയിച്ച കാര്യങ്ങൾ RSSോ BJPയോ ഉന്നയിക്കാൻ പോലും മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ആ സ്ഥാപനത്തിനെതിരെ CPM ഉയർത്തിയിട്ടുള്ളത്. അവരുടെ പോസ്റ്ററിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ പോസ്റ്ററിലെ പരാമർശം എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ദാറുൽ ഹുദ നിലനിൽക്കുന്ന അതേ പ്രദേശത്താണ് 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുതുബുസമാൻ ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കല്യാണങ്ങൾ നടക്കുന്ന CPM നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വപ്ന സൗണ്ട് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയൊരു മാള്, ഹൈലൈറ്റ് മാള് വരുന്നത് ഈ പ്രദേശത്താണ്. അവിടെ അങ്ങനെ അവർക്കൊന്നുമില്ലാത്ത എന്ത് പാരിസ്ഥിതിക പ്രശ്നമാണ് ഈ പറയുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അവിടുത്തെ ആദരണീയനായ വൈസ് ചാൻസലർ പ്രിയപ്പെട്ട ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് നദീവി ഉസ്താദ് അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെ നടത്തുന്ന പരാമർശങ്ങളിൽ വിരളി പൂണ്ട ഒരു വിഭാഗം ആളുകളാണ്. CPM-ൻ്റെ തന്നെ എല്ലാവരും ഈ മാർച്ചിന് അനുകൂലമാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. എന്നാൽ അത്തരം പരാമർശങ്ങളിൽ വിരളി പൂണ്ട ചില ആളുകൾ നടത്തിയ ഒരു മാർച്ചായിട്ടാണ്. അതിൽ പ്രസംഗിച്ച ചില ആളുകളുടെ പരാമർശങ്ങൾ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. എന്തൊക്കെയോ തൊള്ളി തോന്നിയത് വിളിച്ചു പറയുന്ന സാഹചര്യം. എന്തിനധികം പറയുന്നു, RSS പോലും ഇതുവരെ പറയാൻ മടിച്ച കാര്യങ്ങൾ. അതായത് കേരള സമൂഹത്തിനിടയ്ക്ക് ആദ്യമായി ലവ് ജിഹാദ്, അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ പെറ്റുപെരുകി മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പരാമർശമൊക്കെ നടത്തിയത് CPM-ൻ്റെ നേതാവാണ്. ആ നേതാവ് പിന്നീട് അത് RSS ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതുപോലത്തെ പരാമർശങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രസംഗം ഇന്ന് CPM നടത്തുമ്പോൾ അത് നാളെ RSSൻ്റെ പ്രസംഗമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അവരുമായി നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ സമരം എന്ന് സംശയിക്കുന്നു. അതല്ല പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിൽ കുതുബുസമാനും അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം, ഹൈലൈറ്റ് മാളിനും സ്വപ്ന സൗണ്ടിനും ഇല്ലാത്ത എന്ത് സംഗതിയാണ് ഇവിടെ ദാറുൽ ഹുദയിൽ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. സ്വാഭാവികമായിട്ടും അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. ആ താമസത്തിന് കൃത്യമായി അവിടെ വേസ്റ്റ് വാട്ടർ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ എന്ത് പ്ലാന്റാണുള്ളത് എന്ന് ഈ സമരം നടത്തിയ നേതാക്കൾ വ്യക്തമാക്കാൻ തയ്യാറാകണം. അതേപോലെ തന്നെ ഈ കുതുബുസമാനിൽ എന്ത് പ്ലാന്റാണുള്ളത് എന്നുള്ളത് വ്യക്തമാക്കണം. ഹൈലൈറ്റ് മാളിലെ വേസ്റ്റ് എങ്ങനെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വിശദീകരിക്കണം. അതിനൊക്കെ തയ്യാറാകാതെ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയും CPM നടത്തുന്ന കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കുപോക്കായിട്ട് ഈ സമരത്തെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ യൂത്ത് ലീഗ് പഠിച്ചു വരികയാണ്. ശക്തമായ യൂത്ത് ലീഗിൻ്റെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.